ഓ എന്താ വിശേഷം? സുഖം, സുഖമായിരിക്കുന്നു. അമ്മയും അമ്മാവനൊക്കെ ഇവിടെ? അവരിത് അമ്മാവന്റെ വീട്ടിൽ പോയി അവിടെ ഒന്ന് അടിച്ചു അളിയാ, എന്താ നിന്റെ ഉദ്ദേശം? അല്ല, ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, ഒരു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഗ്രഹനാഥനുണ്ട്, അയാളെ പേര് പറഞ്ഞു വേണം വിളിക്കാൻ. അല്ലാതെ ഞങ്ങൾ പറഞ്ഞ് വിളിക്കാൻ നിനക്ക് എന്റെ പേര് അറിഞ്ഞു വിടാണ് നിനക്ക്? ഇടേ, ഞാൻ വന്നതേ തങ്കത്തിനെ കാണാനാണ്. തങ്കത്തിന്റെ അടുത്തൊരു കാര്യം പറയാനാണ്. ഓഹോ, കേട്ടാ, ഞാൻ തങ്കത്തിന് പറയേണ്ട കാര്യം നിന്റെ അടുത്ത് പറയട്ടാ. നീ ഒരു കാര്യം ചെയ്യ്, എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, അവൻ്റെ പേരെന്ന് നടരാജനും മറ്റേ അൻസാറൊക്കെ അവനൊക്കെ ആയിട്ട് നാളെ ഒരു പരിപാടി ഇവിടെ നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയൊക്കെ പറഞ്ഞത് താലപ്പൊലി എടുത്ത് തുടങ്ങി ഫ്രണ്ട് വന്ന് നിൽക്കുമോ? നാളെ പരിപാടി നടത്തി തരാടാ. ഞാൻ നിന്റെ അടുത്ത് പറയേണ്ട കാര്യം നിന്റെ അടുത്ത്, അവളുടെ അടുത്ത് പറയേണ്ട കാര്യം അവളുടെ അടുത്ത് പറയാം. ഇത് എന്റെ ഭാര്യയാണ്. നിന്റെ ഭാര്യ നീ മറക്കണ്ട. ഏട്ടാ മക്കളെ ഇങ്ങോട്ടേക്ക്. ഹായ്, നിന്റെ ഭാര്യ ആയിരിക്കും, പക്ഷെ ഇവിടുത്തെ കുടുംബശ്രീ യൂണിറ്റിന്റെ ആളാണ് അവള്. കുടുംബശ്രീയും കാര്യങ്ങളൊക്കെ പഞ്ചായത്ത് ഓഫീസിൽ കേട്ടാ, അല്ലാതെ ഇവിടെ വന്നുള്ള പരിപാടികളൊന്നും വേണ്ട. എടേ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവരുടെ അടുത്ത് ഒരു കാര്യം വരാൻ വേണ്ടി വന്നതാണ്. ഞാൻ പറഞ്ഞിട്ട് അങ്ങ് പൊയ്ക്കോളാം. ഇപ്പൊ ഒന്നും പറയണ്ട. നീ നാളത്തെ പരിപാടിയെ കുറിച്ച് പറയാൻ വന്നതാണെങ്കിൽ അത് ഇവിടെ പറയണ്ട. ഇവിടെ എല്ലാവർക്കും അറിയാം, ഞാൻ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണാവോ പറഞ്ഞത്? നാണം വേണം, നാണം. എന്തിന്? ഇവിടെ ഞാൻ എന്റെ പാർട്ടികൾ ഇവിടെ കഷ്ടപ്പെട്ട് ദുരിതാശ്വാസ പ്രവർത്തനം നടത്തി ആൾക്കാരെ സഹായിച്ചു കഴിഞ്ഞപ്പോ അതിന്റെ പേരിൽ ഒരു ചടങ്ങും വെച്ച് മുഖ്യമന്ത്രിയൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നീ അങ്ങ് ഷൈൻ ചെയ്യാന്ന് വിചാരിച്ചല്ലേ? എന്തോ ആര് പിരിച്ച് ആരും നടത്തുന്നത്? എടാ, നിനക്ക് ഇങ്ങനെ പറയാനല്ലത് 5 പൈസ ഉപയോഗം ഉണ്ടാണ് എന്നെ കൊണ്ട്. നീ നാട്ടുകാരോട് ചോദിച്ചു നോക്ക്. നാട്ടുകാരോട് ചോദിക്കേണ്ട കാര്യം തോന്നുന്നു. നാട്ടുകാരോട് ചോദിച്ച് മനസ്സിലാക്കണം എന്തിന് ഞാൻ എന്തൊക്കെയാ ചെയ്തെന്ന്. ഇപ്പൊ ഈ വന്ന വെള്ളപ്പൊക്കത്തിൽ നീ വെള്ളപ്പൊക്കത്തിന് മീൻ പിടിക്കാൻ പോയാൽ ഉടനെ ഞാൻ അറിഞ്ഞു, അവിടെ ചൂണ്ടയിട്ടോണ്ടിരിക്കുന്ന കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. എടാ, മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് നോട്ടീസ് അടിച്ചു വെച്ചാണ്. മുഖ്യമന്ത്രിയുടെ പേരൊക്കെ ചെറുതാക്കി വെച്ചിട്ട് നിന്റെ പേര് വലുതാക്കി വെച്ച് അടിച്ചു വെച്ചേക്കല്ലേടാ, നാണം ഉണ്ടോടാ? എന്തിനാടാ ഈ പഞ്ചായത്തിൽ ഞാൻ തന്നെടാ മുഖ്യമന്ത്രി? എന്താ പോട്ടെ, പഞ്ചായത്ത് പ്രസിഡന്റ് എവിടെ? പഞ്ചായത്ത് പ്രസിഡന്റ് സുഖലാക്കുന്നു വയറിളക്കം പിടിച്ചിട്ട്. എടാ, അയാളെ നീ എന്തോ കൈവശം കൊടുത്ത് വയറിളക്കിയല്ലേടാ, അതിന്റെ പേര് നിന്റെ കൈകൾ തന്നെ. വെച്ചോ, നിന്റെ അടുത്ത് ഈ വളവളാന്ന് സംസാരിക്കാൻ എനിക്ക് സമയമില്ല. കാരണം നിനക്ക് ജോലിയും കൂലിയൊന്നുമില്ല. തങ്കം, നാളെ രാവിലെ 9 മണിക്കാണ് പ്രോഗ്രാം. മുഖ്യമന്ത്രിയൊക്കെ വരുന്നതാണ്. 10 പേരെ പറഞ്ഞ 10 പേരും താലപ്പൊലി, ബാക്കി പൂവും ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. സെറ്റും മുണ്ടോ കളർ കേട്ടോ. ഞങ്ങൾ ഇതാണ്ട് ഇവിടെ ഉള്ളവരും അപ്പുറത്തുള്ളവരും എല്ലാരും കൂടെ നിന്റെ താലപ്പൊലി കേട്ടാനായിട്ട് വന്ന് നിൽക്കാടാ. പോടാ നിന്റെ ജോലിക്ക്. നീ നാളത്തെ പരിപാടിയെ നീ എങ്ങനെ നടത്തുന്നു ഞാൻ കാണാം. നമുക്ക് എന്നോട് ഒരുത്തം വന്ന് വളവള പറയാൻ നിൽക്കണ കേൾക്കാനായിട്ട് കുറെ ആളുകൾ എന്തോ കാണാൻ നിൽക്കണത്. കയറി പോകത്ത്. ഇത് കണ്ടു നാത്തുന്നു, ഇതാണ് ഇവിടുത്തെ കുഴപ്പം. ഇനി എന്നാ പരിപാടിക്ക് വിടൂല. നീ ഒരിക്കട്ട് ചെല്ല്. മുഖ്യമന്ത്രിനെതിരെയൊക്കെ ഞാൻ പോണ്ടേ? നീ പോയില്ലെങ്കിൽ മുഖ്യമന്ത്രി വരൂലല്ലോ, വേണമെങ്കിൽ പോകും. ഒന്ന് ബോഡി എടുത്ത്. അതെ, മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഈ വേദിയിൽ യമൻ ഇരിക്കാന്നുള്ള അവന്റെ ആ മോഹം ഉണ്ടല്ലോ, അത് നടക്കില്ലെന്ന് ഞാൻ കാണിച്ചു തരാം. നീ നോക്കിക്കോ. Alien versus Alien.